ഹായ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ ഒരു പുതിയ മിനി വ്ളോഗിലേക്ക് സ്വാഗതം. ഒത്തിരി നാളായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ജോലിയുടെ ഓരോ തിരക്കും കാര്യങ്ങളുമായിട്ട് വീഡിയോ ഒന്നും ഇടാൻ എനിക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നിങ്ങൾക്കറിയാം, ഞാൻ ഇടുന്നത് ഞങ്ങളുടെ കോഴി വളർത്തും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കാറുമുണ്ട്. അപ്പോൾ ഒത്തിരി പേര് മെസ്സേജ് അയച്ചും കാര്യങ്ങളൊക്കെ എന്നോട് ചോദിക്കാറുമുണ്ട്. എനിക്ക് അറിയാവുന്ന രീതിക്ക് ഞാനെല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട്, ഞാൻ റിപ്ലൈ തരാറുണ്ട്. നമ്മൾ അധിക കാലമായിട്ടില്ലേ കോഴി വളർത്തും കാര്യങ്ങളും തുടങ്ങിയിട്ട്. നിങ്ങൾ കാണുന്ന പോലെ ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞതുപോലെ വലിയൊരു കുറേ കോഴികളെ വളർത്തണം എന്നുള്ള പ്ലാനിങ്ങിലൊക്കെ തുടങ്ങിയത് നമ്മൾ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയതുകൊണ്ട് നമ്മൾ കുറച്ച് കോഴികളിൽ ചുരുക്കി 25 കോഴികളിൽ ചുരുക്കിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമുക്ക് ഇനി ധൈര്യമായിട്ട്, കാരണം പുതിയൊരു ഇതിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ എങ്ങനെയുണ്ടാവും നമുക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് നമ്മൾ ചെറിയ രീതിക്ക് തുടങ്ങി വെച്ചതാണ്. അപ്പം ഞാനിവിടെ ഇസ്രായേലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഇതിന് മുന്നിൽ വീഡിയോസിലൊക്കെ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടുത്തെ ഒരു ജോലി തിരക്കും കാര്യങ്ങളും കാരണം പിന്നെ നാട്ടിൽ നിന്ന് ഓരോ വീഡിയോസും കാര്യങ്ങളും കിട്ടി എനിക്ക് ഇവിടുന്ന് വോയിസ് ഓവർ കൊടുക്കേണ്ട ഒരു സാഹചര്യമൊക്കെ വന്നാൽ മാത്രമേ എനിക്കത് ഒരു വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരാൻ കാരണം നിങ്ങളുമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനാണ്. അപ്പം ഈ കോഴി വളർത്തും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവും, താല്പര്യപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവും. അവർക്കൊരു ഈ വീഡിയോ ഉപകാരപ്രദമാവുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. കാരണം തീറ്റ ചെലവ് കാരണം ഒത്തിരി പേര് പുറകോട്ട് പോകുന്ന, കാരണം ഇതിൽ നിന്നൊരു ലാഭം നേടാനില്ല അങ്ങനെയൊക്കെ നമ്മൾ ഞാനും അങ്ങനെ കേട്ടിരുന്നു. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഒരു എണ്ണം കുറച്ച് നമ്മളും ഈ സംരംഭം സത്യം പറഞ്ഞാൽ തുടങ്ങിയത്. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ കഴിയും. അതായത് നമുക്ക് 25 കോഴി വളർത്തലിൻ്റെ ഇത് വെച്ചിട്ട് ഞാൻ നിങ്ങളോട് കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നുമുണ്ട്. കാരണം ഇതൊരിക്കലും ഒരു നഷ്ടമല്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം തീറ്റ ചെലവാണ് എല്ലാത്തിനും. കാരണം തീറ്റയ്ക്ക് റേറ്റ് കൂടുതലാണ്. കോഴിത്തീറ്റ മാത്രം കൊടുത്താലേ കോഴി മുട്ടയിടൂ എന്നുള്ള ധാരണയാണ് പലരിലും. പക്ഷേ അതങ്ങനെയല്ല. കോഴിത്തീറ്റ കൊടുക്കണം. ഇവർക്ക് മുട്ടയിടുന്ന സമയത്ത് നമ്മൾ ലെയർ മാഷ് അല്ലെങ്കിൽ ലെയർ പെല്ലറ്റാണ് കൊടുക്കുന്നത്. അപ്പം അതിനൊരു കറക്റ്റ് അളവും കാര്യങ്ങളൊക്കെയുണ്ട്. 100 ഗ്രാം അല്ലെങ്കിൽ 110 ഗ്രാം വരെയാണ് ഒരു കോഴിക്ക്. പക്ഷേ നമ്മൾ അതിൽ നിന്നല്ല ഇപ്പോൾ കുറച്ച് നമ്മളൊരു 2 മാസമായിട്ട് നമ്മളൊന്ന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ 100 അല്ലെങ്കിൽ 110 ഗ്രാം കൊടുത്തില്ലെങ്കിൽ കോഴി മുട്ടയിടുമോ എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരു പഠനം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കോഴിത്തീറ്റയ്ക്ക് ആ 100 ഗ്രാമിൽ നിന്നുള്ള നമ്മളൊരു 75 ഗ്രാമാക്കി ചുരുക്കി. കാരണം തീറ്റ ചിലവ് അവിടെ കുറയ്ക്കാൻ തന്നെയാണ്. തീറ്റയ്ക്ക് നല്ല റേറ്റാണ് നിങ്ങൾക്കറിയാം. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ലാഭം നെയ്തെടുക്കണമല്ലോ, അതുകൊണ്ട് മാത്രം നമ്മളത് കുറച്ചു. ഒരു 75 ഗ്രാം തീറ്റയും അതുപോലെ തന്നെ എന്താ പറയുക, നമ്മൾ ഈ തീറ്റ കൊടുക്കുന്നത് തീറ്റ തന്നെയായിട്ട് കൊടുക്കുന്നില്ല. ഈ കോഴികൾക്ക് എന്ത് കൊടുത്താലും ഈ കോഴികൾ കഴിക്കും. BV380 ആണ് ഈ കോഴികളെ. അപ്പോൾ എന്ത് കൊടുത്താലും ഈ കോഴികൾ കഴിക്കും. അപ്പം നമ്മൾ എന്നാ ചെയ്യുന്നത് വെച്ചാൽ വാഴപ്പിണ്ടി, നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും വാഴപ്പിണ്ടി, ഒരു പകുതി വാഴപ്പിണ്ടി എടുത്തിട്ട് അതിങ്ങനെ കുഞ്ഞു അരിഞ്ഞിട്ട്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. വാഴപ്പിണ്ടി അരിഞ്ഞിട്ട് ഈ തീറ്റയുടെ കൂടെ മിക്സ് ചെയ്തിട്ട് രാവിലെ ഒരു 8:30 ഇത് ടൈമും കറക്റ്റ് സമയത്ത് ഈ കോഴിക്ക് തീറ്റ കൊടുക്കണം എന്നുള്ളതൊരു നിർബന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അതാണ് പറയുന്നത്, കറക്റ്റ് ഒരു പരിപാലനം കിട്ടിയാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്മുടെ വാഴപ്പിണ്ടി അരിഞ്ഞത് രാവിലെ നമ്മൾ തീറ്റയ്ക്കകത്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. ലെയർ മാഷാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം അതിനകത്ത് മിക്സ് ചെയ്ത് കോഴിക്ക് കൊടുക്കുന്നു. പിന്നെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് പിന്നെ നമ്മളൊരു ഉച്ചയാകുമ്പം ഒരു 10-12 ആകുമ്പോൾ നമ്മൾ വേറെ കൊടുക്കുന്ന സാധനം തേങ്ങാപ്പിണ്ണാക്കാണ്. അതൊക്കെ ആരും തന്നെ കൊടുക്കാത്ത കാര്യമായിരിക്കും, എനിക്കറിയത്തില്ല. ആരെങ്കിലും കൊടുക്കുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചാണ്. കാരണം നിങ്ങൾ എന്ത് കൊടുത്താലും കഴിച്ചോളൂല്ലോ. അപ്പോൾ തേങ്ങാപ്പിണ്ണാക്ക് നമ്മൾ ഡ്രൈ ആയിട്ടല്ല കൊടുക്കുന്നത്, ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ നനച്ചിട്ട് നമ്മൾ തേങ്ങാപ്പിണ്ണാക്ക് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പിന്നെയും നമ്മൾ ഈ വാഴപ്പിണ്ടി മുട്ടത്തീറ്റയും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നു. ഇതാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം 100 ഗ്രാം എന്നല്ല 110 ഗ്രാമിൽ നിന്നുള്ളത് കുറച്ചിട്ട് ഞങ്ങൾ 75 ഗ്രാം ആക്കിയിട്ട് അതിൻ്റെ കൂടെ അല്ലാത്ത സാധനങ്ങൾ മിക്സ് ചെയ്ത്, ഒന്നെങ്കിൽ വാഴപ്പിണ്ടി അല്ലെങ്കിൽ തേങ്ങാപ്പിണ്ണാക്ക അങ്ങനെ മിക്സ് ചെയ്ത് നമ്മളിപ്പോൾ കൊടുക്കുവാണ്. പക്ഷേ സത്യം നിങ്ങളോട് ഞാൻ പറയാം, ഇതുവരെ നമുക്ക് മുട്ടയിൽ ഒരു കുറവും വന്നിട്ടില്ല. ഞങ്ങൾക്ക് ആദ്യം ഒരു പേടിയുണ്ടായിരുന്നു, മുട്ട കുറയോ ഇങ്ങനെ അല്ലാത്ത സാധനങ്ങൾ കൊടുക്കുന്നതുകൊണ്ട് മുട്ട കുറയോ എന്നൊന്നും ഞങ്ങൾക്കുണ്ടായത്. അപ്പോൾ എന്തായാലും ഒരു മാസം കൊടുത്ത് നോക്കാം എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് നിങ്ങളോട് ഈ റിസൾട്ട് പറയാമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇവർക്ക് മുട്ടയിടലിനൊരു കുറവുമില്ല, ഉൽപ്പാദനം ഒരു കുറവുമില്ല. കാരണം നമുക്ക് 25 കോഴി നമുക്ക് ആദ്യം 2-3 ദിവസം നമുക്ക് 25 മുട്ട തന്നെ കിട്ടിയ ആദ്യത്തെ സമയത്ത്. ഇപ്പം നമുക്ക് 20, 21, 22 ആദ്യം കിട്ടിക്കൊണ്ടിരിക്കുന്നത് പോലെ തന്നെയാണ് നമുക്കിപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്.
ഇപ്പോൾ ഇവർ മുട്ടയിടാൻ തുടങ്ങിയിട്ട് ഒരു 8 മാസമായി. അപ്പോൾ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഇത് കൊടുക്കുന്നതിനൊരു കുഴപ്പമില്ല. കാരണം തീറ്റ ചിലവ് നിങ്ങൾക്ക് അങ്ങനെ കുറയ്ക്കാം. പക്ഷേ ഒരു സൈഡ് നോക്കുമ്പോൾ കുറച്ച് കഷ്ടപ്പാടാണ്. കഷ്ടപ്പെടാൻ മനസ്സുള്ളവർക്കും ഇതിന് താല്പര്യമുള്ളവർക്കും ഇത് ചെയ്യാവുന്ന കാര്യം തന്നെയാണ്. കാരണം മറ്റേതാകുമ്പോൾ നമുക്ക് തീറ്റ എടുത്ത് അങ്ങ് ഡയറക്റ്റ് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇത് അരിയലും പറക്കലൊക്കെ ആകുമ്പോൾ കുറച്ച് ടൈം നമ്മൾ ഇതിനായിട്ട് സ്പെൻഡ് ചെയ്യണം. അതാണ് ഞാൻ എടുത്ത് പറയാൻ കാരണം. താല്പര്യമുള്ളവർക്ക് മനസ്സുണ്ടെങ്കിൽ ഏതൊരു കാര്യവും, ഈ കാര്യം എന്നല്ല ഏതൊരു കാര്യം സക്സസ്ഫുള്ളി നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ